ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ സെയിൽ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ബുഷി പോട്ട്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണയും കൂടുതലൊന്നും ഇല്ല കേട്ടോ, ഉള്ളത് കുറവേ ഉള്ളൂ. കാരണം ബുഷി പോട്ട്സ് കിട്ടൽ വളരെ കുറവാണ്. അപ്പം ഉള്ളത് നമ്മൾ സെയിലിനായിട്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓരോന്നിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കില്ലാണ്ടാണ് പറയണത്, കേൾക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്, വോയിസ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട്, ഭയങ്കര ഇറിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ വോയിസ്. അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. അപ്പോൾ മൈക്കിൻ്റെ കംപ്ലയിൻറ്റ് കാരണം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കി. അപ്പം നമ്മൾ വേറെ മൈക്ക് കൊടുത്തിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായുള്ള പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ബുഷി പോട്ട്സ് ആണ് കൂടുതലും നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. എല്ലാതും കൂടുതലൊന്നുമില്ല, കാരണം നമ്മുടെ ഇവിടെ വീട്ടിൽ ഞാൻ വെച്ചിരുന്ന പോട്ടുകളും പിന്നെ കുറച്ച് പീക്കോക്കാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്, പീക്കോക്കിൻ്റെ പ്ലാന്റ്. ബാക്കി പീക്കോക്കും പിന്നെ ക്ലിയോപാട്രയും അത് അധികം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഉള്ളത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് അതെ ഈ ഒരു വെറൈറ്റിയില്ലേ, ഇത് ഞാനിവിടെ മദറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇത് വന്നിട്ട് പിങ്ക് സ്പ്ലാഷ് എന്ന് പറയും. അതായത് ഒരു പീച്ച്, എന്താ പറയുക, ഒരു സിൽക്ക് കളറാണ് ഇതിൻ്റെ കേട്ടോ ഈ ഒരു പ്ലാന്റ്. ഇതിൽ വന്നിട്ട് ഇതേ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. 3 ലീഫ് 4ാമതൊരെണ്ണം വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഇതേ ഈ ഒരു പ്ലാന്റ് കണ്ടോ, 2 ലീഫ് ഒരു തൈ വരുന്നുണ്ട്. പിന്നെ അതുപോലെ അടിയിൽ ഇതേ കണ്ടോ മുളകൾ വരുന്നുണ്ട്. പിന്നെ ഇത് ഈ ഒരു വലിയ പ്ലാന്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ പ്ലാന്റ്. പിന്നെ നമുക്കുള്ളത് ഇത് ഒന്നേ ഉള്ളൂ കേട്ടോ, എക്സ്ട്രാ ഇല്ല. ഈ ഒരെണ്ണം മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇതേ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് വന്നിട്ട് സ്പാർക്ലിങ്ങിൻ്റെ വെറൈറ്റിയാണ്. ഇത് 2 ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നമുക്കിത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 280 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോന്നും എത്ര ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതേ പിന്നെ നമുക്കുള്ളത് ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ ID എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഗ്രീൻ വെറൈറ്റി ഇത് കണ്ടില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ, റെഡ് വെറൈറ്റിയെക്കാളും. എനിക്കൊരു പ്രത്യേക ഭംഗി, അത് ഓരോരുത്തരുടെ ഇതാവാം. ഇതേ കണ്ടോ ഈ ഒരു വെറൈറ്റി കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 200 രൂപയാണ് കേട്ടോ റേറ്റ്. നമുക്കിത് കുറവിന് കിട്ടാൻ, എനിക്ക് ഒരെണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ സെയിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഇരുന്നോട്ടെ മദർ വയ്ക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. 200 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇത് ഒന്നേ ഉള്ളൂ, എക്സ്ട്രാ ഇല്ല. പിന്നെ നമുക്ക് വന്നിട്ട് ഇതേ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഓറഞ്ച് നൈറ്റ് സ്പാർക്ലിങ്. കഴിഞ്ഞതാണ് നമ്മൾ വലിയ പ്ലാന്റ് ആയിരുന്നു ഇട്ടിരുന്നത്, വലുതൊന്നും ഇല്ല കേട്ടോ. ഇത്തവണ നമുക്ക് ഇതാണ് കിട്ടിയത്. 3 ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ഇത് കണ്ടില്ലേ, 3 ഷൂട്ടാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 280 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ക്ലിയോപാട്ര. ഇത്തവണ വന്നുള്ള ക്ലിയോപാട്ര വലിയ പ്ലാന്റാണ് കേട്ടോ. അതേ കണ്ടോ, ഇതിനകത്ത് കാണുന്ന സൈസ് തന്നെയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നതെന്ന് അറിയുന്നില്ല, പക്ഷെ എന്നാലും നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന ഒരു സൈസ് ഇതിനുണ്ട് കേട്ടോ. 3 ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ്. ഇതേ കണ്ടോ, ഇതൊരു ഷൂട്ട്. പിന്നെ ഇതേ ഇതൊരെണ്ണം വരുന്നുണ്ട് കേട്ടോ ഒരു ഷൂട്ട്. പിന്നെ ഇതേ ഈ സൈഡിൽ ഇതേ ഈ പോട്ടിനകത്ത് നിൽക്കാൻ പറ്റില്ല പ്ലാന്റ് വലുതായിട്ട് ഈ ഒരു ഷൂട്ട്. അങ്ങനെ 3 ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ് ക്ലിയോപാട്ര വന്നിരിക്കുന്നത്. വലിയ പ്ലാന്റാണ് കേട്ടോ, നല്ല കളറുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 320 രൂപയാണ് കേട്ടോ റേറ്റ്. പിന്നെ ക്ലിയോപാട്രയുടെ അതാണ് ഒരു പ്ലാന്റും കൂടി ഉണ്ട് ഇതേ സൈസുള്ളത്. ഞാൻ ഒരെണ്ണം കാണിച്ചിട്ടുള്ളൂ 2, 3 ഷൂട്ട് അങ്ങനെയുള്ളതാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ, അത് ക്ലിയോപാട്രയുടെ ആണ്. പക്ഷേ ഇതിന് എന്താ ചെറിയൊരു മ്യൂട്ടേഷൻ പോലെ ലീഫുകൾക്കൊക്കെ ചേഞ്ച് ഉണ്ട്. അതായത് കുറച്ച് നമ്മുടെ ലെമൺ ബ്യൂട്ടിയുടെ ഒക്കെ പോലെ കുറച്ച് നേരമായുള്ള ലീഫാണ്, അത്ര വീതിയില്ല, കുറച്ച് ഗ്രീനിഷ് കൂടുതലാണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റ്. ഇത് കണ്ടോ, ഇത് 330 തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതേ വലിയൊരു പ്ലാന്റ്. പിന്നെ അതേ സൈസുള്ള 2 പ്ലാന്റ് ഉണ്ട് കേട്ടോ. പിന്നെ 2 തൈകൾ എക്സ്ട്രാ. ഇതാണ് കേട്ടോ, 330 റേറ്റ്. ഇത് ഈ പോട്ടിനകത്ത് നിൽക്കാൻ പറ്റില്ല, ഇതിനെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോവും. അപ്പോൾ ഞാൻ കണ്ടോ വലിയ ഈ വീട്ടിലൊക്കെ സെയിലിനല്ലാണ്ട് വീട്ടിലൊക്കെ വെക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ. വലിയ പോട്ടിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞു ഷൂട്ട്സൊക്കെ പെട്ടെന്ന് വലുതാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ.
അതൊന്ന് ചാരി വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് നൈറ്റ് സ്പാർക്ലിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട്. ഇതേ കണ്ട നല്ല വലിയ മദറായുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ 3 ഷൂട്ടാണ് ഉള്ളത്. ഇതാണ് സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല മദറായുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 320 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതേ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇതേ ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് എലൈൻ എന്ന് പറഞ്ഞ വെറൈറ്റി ഇല്ലേ, അതാണ് കേട്ടോ. ഇതെൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാണ്. ഇതേ കണ്ടോ 2 ഷൂട്ട് 3 ഷൂട്ട് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ ഏകദേശം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ ഇത് ഒരു ചെറുതാണ് 2 ഷൂട്ടായിട്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഒന്നേ ഉള്ളൂ. അതുപോലെ ഇതും നമുക്ക് ഒരു പ്ലാന്റേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, ഇതിൻ്റെയും ഒന്നേ നമുക്കുള്ളൂ. പിന്നെ ഈ ക്ലിയോപാട്ര ഇല്ലേ, അതിൻ്റെ നമുക്ക് 2 എണ്ണങ്ങാനും നമുക്ക് അവൈലബിൾ ആയിട്ട് കാണണം കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇത്തവണ പീക്കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. അതേ കണ്ട പീക്കോക്കിൻ്റെ 2 പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ സൈസും ഷൂട്ടിലൊക്കെ വ്യത്യാസമുണ്ട്. ഏകദേശം വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ എല്ലാതും. ഇതിനകത്ത് കണ്ടോ 3 ഷൂട്ടായുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് 2 ഷൂട്ടാണ് ഉള്ളത്. ഇതുപോലെ 2 ഷൂട്ടും 3 ഷൂട്ട്, പിന്നെ അതുപോലെ തന്നെ നിറച്ച് ഷൂട്ടുകൾ അടിയിൽ നിന്ന് വരുന്നത് 2 ഷൂട്ട് കൂടാണ്ട് വേറെ എക്സ്ട്രാ വരുന്നത്, അങ്ങനത്തെയൊക്കെ പ്ലാന്റാണ്. അപ്പോൾ ഏകദേശം ഒരു സൈസ് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ്. ഒക്കെ ലെങ്ത്തൊക്കെ ഇതേ ലെങ്ത്താണ് കേട്ടോ വരുന്നത്. 2 ഷൂട്ട് 3 ഷൂട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതുള്ളത്. ഈ പീക്കോക്കിൻ്റെ റേറ്റ് വന്നിട്ട് 330 കേട്ടോ റേറ്റ് വരുന്നത്. പീക്കോക്കിൻ്റെ ഇത്തവണ വലിപ്പം കൂടിയ കാരണം ആണോയെന്നറിയില്ല എനിക്ക്. പിന്നെ ഇതേ നമുക്കുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാണ് കേട്ടോ. ഞാനിവിടെ മദറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് വന്നിട്ട് ഡ്രാഗൺ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞതിൻ്റെ ലീഫൊക്കെ കുറച്ചുകൂടി ഈ പീക്കോക്കിൻ്റെ ലീഫ് മാതിരി ഒരു ഓവൽ ഷേപ്പിൽ നല്ല വലുപ്പത്തിൽ ഒരു മജന്ത കളറിൽ വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതെന്തെങ്ങനെ കളർ കുറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. ഇതിനകത്ത് മൊത്തം 4-5 ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇത് ഒരു ഷൂട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കണ്ടോ ഇതൊരു ഷൂട്ട്, ഇതൊരു ഷൂട്ട്, പിന്നെ ഇതൊരു ഷൂട്ട്, പിന്നെ ഈ ഒരു ഷൂട്ട്. അപ്പോൾ 300 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഡ്രാഗൺ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ. 5 ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. 300 റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്ര വെറൈറ്റികളാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. ഇതേ കണ്ടോ, ഇതിൽ കാണുന്ന ഇത്ര വെറൈറ്റികളാണ് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓരോന്നും നമ്മൾ എത്ര ഉണ്ടെന്ന് വ്യക്തമായിട്ട് പറയണുണ്ട് കേട്ടോ. ഇതൊന്നേ ഉള്ളൂ, അതുപോലെ ഇതിൻ്റെ ഒന്നേ ഉള്ളൂ, ഇതൊരെണ്ണമാണ് ഉള്ളത് കേട്ടോ നമുക്ക്. പിന്നെ ലൈൻ ഒന്നേ ഉള്ളൂ, ഇതൊക്കെ ഒന്നേ ഉള്ളൂ. പീക്കോക്കാണ് നമുക്ക് ഇത്തവണ എക്സ്ട്രാ നമുക്ക് വന്നിട്ടുള്ളത്. പീക്കോക്കിൻ്റെ പ്ലാന്റ്സാണ് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാനുള്ളത്. ബാക്കിയൊക്കെ ഒരെണ്ണം അത്ര തന്നെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി. കഴിഞ്ഞ തവണ കുറേ പേര് ചോദിച്ചിരുന്നു, നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ നമുക്ക് പീക്കോക്കാണ് വന്നിരിക്കണത് കേട്ടോ കൂടുതലും. ഇത്തവണയും അധികം എല്ലാവരും കൊടുക്കാണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും, മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ആരാണെന്ന് വെച്ചാൽ